ദാ Excuse me, യെസ്, purpose of your visit? I mean personal or official? ഒഫീഷ്യലാണ്. ഇവൾക്ക് ഇവിടെ അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. Okay. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഒന്നുമില്ല. റൂം റെഡിയാണ്. വിഷ്ണു, റൂം കാണിച്ചു കൊടുക്ക. വരൂ മാഡം. ഈശ്വര, സ്വാമി, എൻ്റെ കൃഷ്ണ, എൻ്റെ കുട്ടിക്കൊന്നും വരുത്തരുത്. ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുകയാണോ എന്തോ. ഈ VP എന്താ ലേറ്റ് ആവുന്നത്? വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എന്തായാലും ആള് വിവരം അറിഞ്ഞല്ലോ, ഉടനെ എത്തും. വല്ല ബ്ലോക്കിലും പെട്ടതാവും. മണി 6 കഴിഞ്ഞു. ഇതുവരെ അവരെവിടാണെന്ന് പോലും അറിയാതെ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ പോയി അന്വേഷിക്കേ. രണ്ടുപേരും ഒരുമിച്ചാണെന്നുള്ള കാര്യം ഉറപ്പാ. കുറച്ചു മുമ്പ് വരെ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും സ്വിച്ച് ഓഫാ. അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാവും. കൂടെയുള്ള ഉരുപ്പടി അങ്ങനെയുള്ളതാണല്ലോ. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓ, ഇനി എന്റെ വായ അടപ്പിക്കാഞ്ഞിട്ടുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. VP എത്തിയെന്ന് തോന്നുന്നു. എന്താ ഇത്ര ലേറ്റ് ആയത്? അവരെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. വരുന്ന വഴിക്ക് ഞാൻ ആ പ്രിൻസിപ്പളെ കണ്ടിരുന്നു. വളരെ സിമ്പിളായി സോൾവ് ചെയ്യാമായിരുന്നൊരു ഇഷ്യൂ അവരാ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ഇവരൊക്കെ ആരാണോ ഈ സ്ഥാനത്ത് പിടിച്ചിരുത്തുന്നത്? ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. അടുത്ത PTA മീറ്റിംഗിൽ അവർക്കെതിരെ നമുക്കൊരു സ്ട്രോങ് കംപ്ലൈന്റ് റേസ് ചെയ്യണം മുരളി. ദേ, ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കുട്ടികൾ കോളേജിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഇതുവരെ എവിടെയാന്ന് പോലും അറിയില്ല. വിളിച്ചിട്ട് രണ്ടുപേരെ ഫോണും സ്വിച്ച് ഓഫാ. ഡോണ്ട് ബി പാനിക് ഗീത. താൻ ഇവരെ കൂടെ ചുമ്മാ പേടിപ്പിക്കില്ലേ? അവരെങ്കിൽ വരും, അല്ലാതെ എവിടെ പോകാനാ? അതേ മോളെ, അവരിങ്ങ് വരും. മുരളി, ഇന്ന് കോളേജിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പിള്ളേരുടെ ലൂസ് സ്റ്റോക്കിനിടയിൽ സംഭവിച്ച ഒരു കൈപ്പഴ. അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അപ്പവും ആളും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു സങ്കടവും ദേഷ്യവും പേടിയൊക്കെ ഉണ്ടാവും മക്കൾക്ക്. കുറച്ചു നേരം എവിടെയെങ്കിലും പോയിരുന്ന് മനസ്സൊന്ന് സ്വസ്ഥമാവുമ്പോൾ അവരിങ്ങ് എത്തിക്കോളും. കുട്ടികൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന എന്റെ പേടി. ചേച്ചേ, അശ്വതി, താൻ ഗീതയേക്കാൾ കഷ്ടമാണല്ലോ. നമ്മുടെ അപ്പൂനി മാളൂനെ കുറിച്ചാണോ ഈ പറയുന്നത്? ഇതല്ല, ഇതിലപ്പുറം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ലേടോ? നേരെ ഇരുട്ടി തുടങ്ങി. നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോ VP? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് കുറച്ചു നേരം കൂടി നോക്കാൻ മുടില്ലേ? അവരെങ്ങ് വരുന്നേ. VP, കൂട്ടുകാരുടെ വീട് അറിയാമെങ്കിൽ നമുക്ക് അവിടെ വരെ പോയി ഒന്ന് അന്വേഷിക്കാമായിരുന്നു. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നും ഇല്ല അമ്മ. അതിൻ്റെ ആവശ്യമില്ലല്ലോ രണ്ടാൾക്കും. അതെ, നമുക്ക് ശിവേട്ടനോടൊന്ന് പറഞ്ഞാലോ? ശിവേട്ടനാവുമ്പോ വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്തോളൂ. ശിവേട്ടാ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു. വാ ശിവേട്ടാ. ഹലോ. മാളുവിന്റെ ഫോൺ എത്ര സമയം മുമ്പ് വരെ ഓണായിരുന്നു? ഒരു 10 മിനിറ്റ് മുമ്പ് വരെ വിളിച്ചപ്പോ ബെല്ലുണ്ടായിരുന്നു. അശ്വതി അത് കഴിഞ്ഞ് വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫാ. ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ്? ഐ മീൻ, കോളേജിൽ നിന്നോ വീട്ടിൽ നിന്നോ കുട്ടികൾ പിണങ്ങി പോവുകയോ മാറി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും? നോ, ഇല്ല.
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുകയും വഴക്ക് കൂടുകയും ചെയ്യുന്നല്ലാതെ ഇതുപോലൊന്നും ഉണ്ടായിട്ടില്ല. വാശി പിടിക്കലും വഴക്കടിക്കലും ഒക്കെ അവിടുത്തെ കുട്ടിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ കുട്ടി അങ്ങനെ പോലും ചെയ്തിട്ടില്ല. ശിവേട്ട, എന്തെങ്കിലും ഒന്ന് ചെയ്. കുട്ടികൾ എവിടെയാണെന്ന് ഒന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾ വിഷമിക്കാതിരിക്കെ. അവരെവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അധികം ദൂരമൊന്നും പോകാൻ വഴിയില്ല. എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കുക. അതുവഴി എല്ലാവരും ഒന്ന് സമ്മർദ്ദത്തിലാക്കുക. അത്രയൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനൊരു സംശയം തോന്നിയപ്പോഴേ എന്നെ അറിയിക്കായിരുന്നില്ലേ? മുരളി അശ്വതി അത് പറഞ്ഞതാണ്. വേണ്ടെന്ന് പറഞ്ഞത് ഞാനാ. ഒന്ന് റിലാക്സ്ഡ് ആവുമ്പോൾ അവർക്ക് പോരുന്നു വിചാരിച്ചു. സാരമില്ല. കൺട്രോൾ റൂമിലും സൈബർ ടീമിനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതിരിക്കില്ല. കഴിയുന്നതും ഇതധികം എക്സ്പോസ്ഡ് ആവാതെ നോക്കണം. പബ്ലിക്കോ മീഡിയയോ വല്ലതും അറിഞ്ഞാൽ കുട്ടികൾക്കതൊരു... അത് പിന്നെ എനിക്കറിയില്ലേ. പേടിക്കണ്ട. അന്വേഷണം ഓഫ് റെക്കോർഡായിരിക്കും. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അല്ല, അതൊന്നും വേണ്ടിവരില്ല. ഏറിയാൽ 1 മണിക്കൂർ. അതിനുള്ളിൽ പിള്ളേരെ നമ്മൾ തപ്പിയെടുക്കില്ലേ? ബുള്ളറ്റിലായതുകൊണ്ട് സിറ്റി വിട്ടു പോകുമെന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. 1 സെക്കൻഡ്. സേവരെ, എന്തായിടോ? അതെ, അപൂർവ വിജയ്, മാളവിക മുരളി. അപൂർവയാണ് ബുള്ളറ്റ് ഓടിക്കുന്നത്. ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആ 2 പാർക്കിംഗ് ഏരിയ ഒന്ന് കവർ ചെയ്തേക്ക്. പിന്നെ സിറ്റിയിലെ മാളുകളിലും അതുപോലെ രാത്രിയിൽ പുറപ്പെടുന്ന ഇൻട്രസ്റ്റേറ്റ് ബസ്സുകളിൽ ഈ പേരിൽ ടിക്കറ്റ് വല്ലതും ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. വേഗം വേണം സേവരെ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. ശരി. പിന്നെ ആ സൈബർ ടീമിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്കണേ. വിത്തിൻ നോ ടൈം അവരെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കണം. ബി ഫാസ്റ്റ്. ഓക്കെ? ശിവേട്ട, എന്തായി? എന്റെ കുട്ടികൾ... അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. ഉടനെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതിരിക്കില്ല. ഞാൻ വിളിക്കാം. പിന്നെ അഥവാ അവരെത്തിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ഞാൻ ഇറങ്ങുക. കൊള്ളാം, കേമമായിട്ടുണ്ട്. മക്കളെ വളർത്തി പോലീസ് കേസ് വരെ കൊണ്ടെത്തിച്ചു. ഇനിയിപ്പോ എല്ലാം അവര് നോക്കിക്കൊള്ളൂ. ഒന്ന് ഫ്രഷ് ആയപ്പോ എന്താ സുഖം. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? പൊളിയല്ലേ? പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. മിനിമം ഈ ദുർമുഖമെങ്കിലും ഒന്ന് മാറി കിട്ടും. അപ്പോ എന്താ നിന്റെ ഉദ്ദേശം? നമ്മൾ എന്താ ഇവിടെ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം എല്ലാരിൽ നിന്നൊന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചു. എന്തിന്? എന്താവശ്യത്തിന്? കോളേജിൽ നിന്നാണെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ വീട്ടുകാരെന്ത് പഴിച്ചു? അവരിപ്പോ നമ്മളെ കാണാതെ ആകെ വിഷമിച്ചിരിക്കാവും. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ക്യാമ്പസിൽ നടന്നതൊക്കെ ആ തള്ള ഇപ്പൊ വീട്ടുകാരെ വിളിച്ചറിയിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പൊ അങ്ങോട്ട് ചെന്ന് കയറിയാ എല്ലാവരുടെയും വക വിസ്താരവും വിചാരണയും ഒക്കെ ഉണ്ടാവും. അതിന് രക്ഷപ്പെടാൻ ഇതേ വഴി കണ്ടുള്ളോ? നമ്മുടെ പാരന്റ്സിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവർ ചിലപ്പോ വഴക്ക് പറയായിരിക്കും, കൂടിപ്പോയോന്ന് തല്ലുമായിരിക്കും. അതോടെ ആ പ്രശ്നം തീരില്ലേ? അതോടെ നിന്റെ പ്രശ്നം തീരുമായിരിക്കും. പക്ഷെ എന്റെ ഇഷ്യൂ അതല്ലല്ലോ.